ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ, ഒമാൻ, എത്യോപ്യ പര്യടനത്തിന് നാളെ തുടക്കമാകും. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനങ്ങളും പരിധികൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഊർജ്ജ കാര്യക്ഷമതാ മികവിനുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി കേരളം. സാങ്കേതിക വിദ്യ ഓരോ പൌരനെയും ശാക്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏഷ്യ കപ്പ് അണ്ടർ 90 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 90 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം ജോർദാനിലെ ഹാഷമൈറ്റിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. വിദേശ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 16-ന് ശ്രീ മോദി എത്യോപ്യയിലെത്തും. തുടർന്ന് ഒമാനിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനത്തിനും അതിന്റേതായ പരിധികളുണ്ടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അത് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കേരള ഗവർണറുമായിരുന്ന പി സദാശിവത്തിന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സമൂഹം കൂടുതൽ ഡിജിറ്റലായി മാറുമ്പോഴും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ മാനവിക ആശയങ്ങളോട് കോടതികൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞു. സാങ്കേതിക വിദ്യ പുതിയ അവസരങ്ങൾ തുറക്കുകയും ഓരോ പൌരനെയും ശാക്തീകരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വളർന്നുവരുന്ന സുപ്രധാന സാങ്കേതിക മേഖലയിൽ കേരളം നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന വേളയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിച്ച ഹഡിൽ ഗ്ലോബൽ 2025-നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. We have been able to bring in close to $1 billion in investment to these startups, which we are certain will grow significantly in the days to come. To empower the next phase of growth for startups, we are creating an emerging technology hub which will further strengthen critical sectors by creating world-class infrastructure, giving startups access to cutting-edge technological facilities and pulling in investment from private sector. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ചും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാക്കിയും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം സമാഹരിച്ചുമുള്ള എമർജിംഗ് ടെക്നോളജി ഹബ്ബായി കേരളം മാറുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രാഷ്ട്രീയ മുന്നണികളുടെ ചർച്ചകൾ പുരോഗമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കും. അന്ന് തന്നെ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഡിസംബർ 20-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് അവധി ദിനമായിട്ടും 21-ാം തീയതിയായ ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നീക്കം ചെയ്യാത്ത പ്രചാരണ സാമഗ്രികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് അതിന്റെ ചിലവ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന CMP നേതാവ് VR സിനി കുഴഞ്ഞു വീണ് മരിച്ചു. 50 വയസ്സായിരുന്നു. ഇടവക്കോട് വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷനിലെയും പുത്തികെ ഡിവിഷനിലെയും റീകൌണ്ടിംഗ് പൂർത്തിയായപ്പോൾ ഫലത്തിൽ മാറ്റമില്ല. ബേക്കലിലെ LDF സ്ഥാനാർത്ഥി നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട V രാധിക 267 വോട്ടിന് ജയിച്ചു. UDFിലെ ഷാഹിദ റഷീദിനെയാണ് പരാജയപ്പെടുത്തിയത്. വോട്ടെണ്ണലിൽ പിശകുണ്ടെന്ന് കാണിച്ച് ഷാഹിദ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വീണ്ടും വോട്ടെണ്ണിയത്. റീകൌണ്ടിംഗിലും രാധിക വിജയിച്ചതോടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇടതുമുന്നണി ഭരിക്കും. ശബരിമല മണ്ഡല മകരവിളക്കിന് നട തുറന്നതു മുതൽ സന്നിധാനത്തെത്തിയ ആകെ തീർത്ഥാടകരുടെ എണ്ണം 25 ലക്ഷത്തോടടുക്കുന്നു. കാനനപാത വഴിയെത്തുന്ന ഭക്തരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്ന്
സന്നിധാനത്ത് തിരക്ക് വളരെ കുറവായിരുന്നുവെങ്കിലും മണ്ഡലകാലത്തിന് സമാപനം കുറിക്കാൻ 12 ദിനം മാത്രം ബാക്കി നിൽക്കെ വരും ദിനങ്ങളിൽ കാനനപാത ഉൾപ്പെടെയുള്ള വഴികളിലൂടെ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. ഇന്ന് നട തുറന്നതു മുതൽ വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 44,234 പേരാണ് ദർശനം നടത്തിയത്. ഇതിൽ സ്പോട്ട് ബുക്കിംഗിലൂടെ 6,360 പേരും ദർശനം നടത്തി. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ സൂചികയായ സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സിൽ ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക്. ഊർജ്ജ കാര്യക്ഷമതയിൽ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരമാണ് കേരളം സ്വന്തമാക്കിയത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ എന്നിവർ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഗതാഗതം, വ്യവസായ മേഖല, വൻകിട കെട്ടിടങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഊർജ്ജ കാര്യക്ഷമത ഉറപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തിയാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കും. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 90 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 46.1 ഓവറിൽ 240 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് 150 റൺ നേടുന്നതിനിടെ വിക്കറ്റെല്ലാം നഷ്ടമായി. മഞ്ഞുടുപ്പിട്ട് മൂന്നാർ, കോടമഞ്ഞിന്റെ പുതപ്പണിഞ്ഞ് വാഗമൺ. ഇടുക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ക്രിസ്മസ് പുതുവത്സര അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ സജ്ജമായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ശൈത്യകാല കാഴ്ചകൾ നിറച്ച് അതിസുന്ദരിയായി നിൽക്കുകയാണ് ഇടുക്കി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞിറങ്ങിയ താഴ്വരകളും തെളിഞ്ഞ തടാകങ്ങളും പച്ച പുൽമേടുകളുമെല്ലാം ചേർന്ന് എങ്ങും കണ്ണിനും മനസ്സിനും കുളിരേകുന്ന പ്രകൃതിയുടെ ദൃശ്യവിസ്മയം ഒരുങ്ങിക്കഴിഞ്ഞു. തണുപ്പ് കാലത്തിനൊപ്പം ക്രിസ്മസ് പുതുവത്സര അവധിക്കാലം കൂടിയാകുമ്പോൾ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യത. ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി DTPCയും താമസ സൗകര്യം, ട്രെക്കിംഗ് പാക്കേജുകൾ, സൈറ്റ് സീയിങ് സൗകര്യങ്ങൾ എന്നിവയുമായി ടൂർ ഓപ്പറേറ്റർമാരും തയ്യാറെടുത്തു കഴിഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നതാണ്. വിധി തൃപ്തികരമല്ല. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ട്രോക്കിനുള്ള ത്രോംബോലൈസിസ് ചികിത്സയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് നേട്ടം. ആദ്യമായി ഒരു ജില്ലാ ജനറൽ ആശുപത്രിയിൽ 200 പേർക്ക് ചികിത്സ നൽകിയെന്ന നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന വിലയേറിയ മരുന്ന് ഉപയോഗിച്ചാണ് ഈ ചികിത്സ നൽകുന്നത്. ഈ നേട്ടം കൈവരിക്കാൻ പരിശ്രമിച്ച ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ എല്ലാവരെയും ആരോഗ്യമന്ത്രി അഭിനന്ദിച്ചു. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം ദിനത്തിലും പ്രേക്ഷകരുടെ വൻ തിരക്ക്. പ്രസിഡന്റ്സ് കേക്ക് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റി. IFFK എക്സ്പീരിയൻസിയ പ്രദർശനത്തിനും തുടക്കമായി. ചലച്ചിത്രമേളയുടെ 30 വർഷത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്നതാണ് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രദർശനം. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് കേരള ഫിലിം മാർക്കറ്റും ഇന്ന് ആരംഭിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 98,200 രൂപയും ഗ്രാമിന് 12,275 രൂപയുമാണ് ഇന്നത്തെ വില. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ലക്ഷദ്വീപിൽ നിന്ന് ദ്രുതഗതിയിൽ കൊച്ചിയിലെത്തിച്ച് തീരസേന. ശ്വാസതടസ്സം മൂലം അതിഗുരുതരാവസ്ഥയിലായ 75 വയസ്സുള്ള രോഗിയാണ് തീരസേന വിമാനത്തിൽ ഇന്ന് പുലർച്ചെ അടിയന്തരമായി കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ വർഷം തീരസേന നടത്തിയ ഇത്തരത്തിലെ 7ാമത്തെ വിജയകരമായ ദൌത്യമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ, ഒമാൻ, എത്യോപ്യ പര്യടനത്തിന് നാളെ തുടക്കമാകും. ജനാധിപത്യത്തിൽ ഓരോ സ്ഥാപനങ്ങളും പരിധികൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഊർജ്ജ കാര്യക്ഷമതാ മികവിനുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി കേരളം. സാങ്കേതിക വിദ്യ ഓരോ പൗരനെയും ശാക്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 90 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.